ഡോക്ടർ മോഹൻ റോയ്, ഇതിപ്പം കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഭാര്യയുടെ കൂടെയാണ് ഈ യുവാവ് ജോലി ചെയ്യുന്നത്, സുഹൃത്തുക്കളാണ്. തിരുവോണത്തിന് സദ്യ തരാമെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച്, അപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പോകില്ലേ? പോകുന്നു. പോയതിനു ശേഷം പിന്നെ നടന്നതൊന്നും അത്രയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുന്നു. ഇത് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഭാര്യയാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ് എന്ന് പറയുന്നു. എന്തൊക്കെയോ ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു വെറും ഒരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് ഒതുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. അതിലപ്പുറമാണ്. തീർച്ചയായും ഇത് ഹണി ട്രാപ്പ് എന്നതിന്റെ അപ്പുറം ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കുറ്റവാസന ഉള്ളവർ, വ്യക്തിത്വ വൈകല്യമുള്ളവർ ധാരാളമുണ്ട്. ഇപ്പൊ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള കൊടും കുറ്റവാളികളും ഭീകരന്മാരും ക്രിമിനലുകളും എല്ലായിടത്തുമുണ്ട്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ സമൂഹത്തിന്റെ എല്ലാ തലത്തിലും ഉണ്ടെന്നുള്ളതാണ്. ഇവർ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ഇടയിലല്ലെന്നേ. ഇപ്പൊ കേരളത്തിൽ അടുത്ത കാലത്തായി നടന്ന ചില സംഭവങ്ങളിൽ ഔദ്യോഗികമായി നിയമ സംവിധാനത്തിന്റെ ഒരറ്റത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ചെവിട് അടിച്ചു പൊളിക്കുന്നതും മുളക് സ്പ്രേ തേക്കുന്നതും അതിക്രൂരമായി മർദ്ദിക്കുന്നതും എന്തിനധികം പുറത്തു നിന്ന് കഴിഞ്ഞാൽ തെറി അഭിഷേകം നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം വ്യക്തിത്വ വൈകല്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത്തരത്തിലുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ കുറ്റകൃത്യത്തിലും കൂടെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം അപകടകരമായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനോടൊപ്പം അവർ പ്ലാനിങ്ങും മറ്റും നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ നിസ്സഹായരായ ആൾക്കാർ, അവരുടെ മുന്നിലെത്തുന്ന ഇത്തരം അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകളെന്ന് നമ്മൾ വിളിക്കുന്നവർക്ക് എത്ര ക്രൂരമായ മർദ്ദനവും എത്ര ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനവും നിരന്തരം നിലനിൽക്കുന്ന പീഡനവും ഉണ്ടാവുകയും ഇതിൽ പലരും ആത്മഹത്യയിലേക്കും മറ്റും അഭയം തേടുന്നതുമായി നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ പുതിയ കാലത്തെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ടോക്സിക് ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിക്കുന്നവർ, ശല്യപ്പെടുത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ, അത്തരത്തിലുള്ളവരുടെ ഒരു മാനസിക നിലയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ഒട്ടും തന്നെ പുതുമയുള്ള ഒരു കാര്യമല്ല. ഇത് പണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ശ്രദ്ധയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളവർ സമൂഹത്തിലുണ്ട്. ഇവർ സമൂഹത്തിന്റെ ഏത് തൊഴിൽ മേഖലയിൽ എത്തിയാലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പല തൊഴിൽ മേഖലയിൽ നിന്നും ഉൾപ്പെടെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളവരെ നേരത്തെ കണ്ടുപിടിക്കാനും അവർക്ക് അതിന് കൃത്യമായ ശിക്ഷാ നടപടികളിലൂടെ, ശിക്ഷാ സംവിധാനത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇത്തരം ആൾക്കാരെ റിഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ പുറകിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തിത്വ വൈകല്യം ഉൾപ്പെടെ ഉള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ചുരുക്കത്തിൽ ഇതിൽ സംഭവിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആൾക്ക് നോക്കൂ, ഇതിപ്പോ തന്നെ ഒരു സുഹൃത്ത് നമ്മളെ ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെ ഒരു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഒരിടത്ത് നമ്മളിപ്പോ ഒരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ ഇടതോട്ടും വലതോട്ടും നോക്കി വാഹനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മുന്നോട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ത്രെഡ് പെർസെപ്ഷൻ അല്ലെങ്കിൽ റിസ്ക് പെർസെപ്ഷൻ, എത്രമാത്രം നമുക്ക് ഈ സാഹചര്യത്തിൽ ഒരു റിസ്ക് ഉണ്ടാകാമെന്ന് മനസ്സിലായിട്ട് ആ റിസ്ക് കുറയ്ക്കാനുള്ള റിസ്ക് മിനിമൈസേഷൻ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. റിസ്ക് കുറയ്ക്കാനുള്ള ഒരു നടപടിയുടെ രീതിയിലാണ്.